ഹജ്ജ് സേവന രംഗത്ത് ഈ വർഷവും സജീവമാണ് മക്ക KMCC. ഹജ്ജ് കർമ്മങ്ങൾക്കായി ഇന്ത്യയിൽ നിന്നും മക്കയിലെത്തുന്ന തീർത്ഥാടകർക്കേറെ ആശ്വാസമാണ് ഈ സന്നദ്ധ പ്രവർത്തകരുടെ സേവനം. ഹജ്ജ് സേവന രംഗത്ത് ഈ വർഷം ഏറെ പരിമിതികളുണ്ടെങ്കിലും മക്കയിൽ KMCC പ്രവർത്തകർ ഇത്തവണയും സജീവമാണ്. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം മക്കയിൽ എത്തിയതു മുതൽ ആരംഭിച്ച് തീർത്ഥാടകർ മക്കയിൽ നിന്ന് മടങ്ങുന്നതുവരെ തുടരുന്നതാണ് സേവനം. വനിതകളും കുട്ടികളും ഉൾക്കൊള്ളുന്ന പ്രവർത്തകരുടെ സേവനം ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ഏറെ ആശ്വാസമാണ്. തീർത്ഥാടകരെ സമ്മാനങ്ങളും മറ്റും നൽകി സ്വീകരിക്കുന്ന പ്രവർത്തകർ ഭക്ഷണവും നൽകി വരുന്നു. KMCCയുടെ 100 കണക്കിന് വളണ്ടിയർമാരാണ് എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് ഹാജിമാരെ സ്വീകരിക്കാൻ വേണ്ടി പരിശുദ്ധ മക്കയിലെ അസീസിയിലെ ഹാജിമാർക്ക് താമസിക്കാൻ തയ്യാറാക്കിയുള്ള ബിൽഡിംഗിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. മക്ക KMCCയുടെ മുഴുവൻ ഭാരവാഹികളും നേതാക്കളും പ്രവർത്തകന്മാരും ഹാജിമാർക്ക് വേണ്ടി എല്ലാ സേവന രംഗത്ത് പ്രവർത്തിക്കാനും തയ്യാറാണ്. മക്കയ്ക്ക് പുറമെ ഹജ്ജുമായി ബന്ധപ്പെട്ട മിന, അറഫ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇത്തവണയും KMCCയുടെ സേവനമുണ്ടാകും. KMCC ഹജ്ജ് വളണ്ടിയർമാർ മീനയിലും അറഫയിലും മുസ്ദലിഫയിലും അതുപോലെ തന്നെ മദീനയിലും KMCCയുടെ വളണ്ടിയർമാരുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ അവസാനത്തെ ഹാജിയും വിശുദ്ധ നഗരിയോട് വിട പറയുന്നതുവരെ KMCCയുടെ വളണ്ടിയർമാർ ഹജ്ജിന്റെ പുണ്യകർമ്മങ്ങൾ നടക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലും സേവന സന്നദ്ധരായി 24 മണിക്കൂറും ഞങ്ങൾ ഉണ്ടായിരിക്കും. വിവിധ മേഖലകളിലുള്ള മെഡിക്കൽ വിങ്, അതുപോലെ തന്നെ തവാഫ് വിങ്, എല്ലാ വിങ്ങുകളും കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഹജ്ജ് നിയമലംഘകരെ കണ്ടെത്താൻ ശക്തമായ പരിശോധനയാണ് മക്കയിൽ നടക്കുന്നത്. പ്രത്യേക പെർമിറ്റില്ലാതെ മക്ക നിവാസികൾക്ക് പോലും പുറത്തിറങ്ങാൻ സാധിക്കാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ മലയാളി സന്നദ്ധ സംഘടനകൾക്ക് കീഴിൽ ഹജ്ജ് സേവനത്തിന് ഇറങ്ങുന്നവരുടെ എണ്ണം ഇത്തവണ മുൻ വർഷങ്ങളെക്കാൾ വളരെ കുറവാണ്. മക്കയിൽ നിന്നും ജലീൽ കണമകലം, 24.